ഇലക്ഷൻ സമയത്ത് രാഹുൽ ഗാന്ധി ബംഗാളിലെത്തി കോൺഗ്രസ് പ്രവർത്തകരെ കണ്ട് സംസാരിച്ചിരുന്നു. അന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ 100 കുറ്റം പറയാനുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക്, ഗുണ്ടായിസമടക്കം. എന്നിട്ട് ബംഗാളിലെ 292 സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചു. ഇന്ത്യ മുന്നണിയായല്ല കോൺഗ്രസ് മത്സരിച്ചത്, ഒറ്റയ്ക്ക്. ഇതിനു പുറമെ ഇടതു പാർട്ടികളും ഒവൈസിയും ഹുമയൂൺ കബീറും അടക്കം പല മത്സരാർത്ഥികളുണ്ടായിരുന്നു തൃണമൂലിനെതിരെ. ഇവരൊക്കെയും, പ്രത്യേകിച്ച് ഒവൈസി, മമതയ്ക്കെതിരെ ഗ്രൗണ്ടിലിറങ്ങി നല്ല പ്രവർത്തനമായിരുന്നു. ഇത് മമതയുടെ കോർ മുസ്ലിം വോട്ട് ബേസിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി. BJPയുടെയും സ്ട്രോങ് ആയ ക്യാമ്പയിനിങ് ആയിരുന്നു. എന്നിട്ടും 81 സീറ്റ് തൃണമൂലിന് പിടിക്കാനായി. കോൺഗ്രസിന് ആകെ കിട്ടിയത് 2. റിസൾട്ട് വന്നപ്പോൾ മമത തോറ്റു. ആദ്യമായല്ല മമത തോൽക്കുന്നത്. ഇപ്പോൾ മമതയെ ഭവാനിപൂരിൽ തോൽപ്പിച്ച സുവേന്ദു അധികാരി ഒരു കാലത്ത് മമതയുടെ വലങ്കൈയായിരുന്നു. 2021 നന്ദിഗ്രാമിലും മമതയെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വന്നതോടെ മമത സ്ഥിരം എന്നെ പീച്ചിയെ മാന്തിയെ എന്ന നാടകവുമായി കൗണ്ടിംഗ് സെന്ററിന് മുന്നിൽ വന്ന് ഷോ തുടങ്ങി. പെട്ടെന്നതാ രാഹുൽ ഗാന്ധി മമതയ്ക്ക് സപ്പോർട്ടുമായി വരുന്നു. യൂഷ്വൽ ഇലക്ഷൻ കമ്മീഷൻ, വോട്ട് ചോരി, EVM ന്യായങ്ങൾ തന്നെ. ഇനി രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൊത്തം 292 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഒരു മഹാത്ഭുതം സംഭവിച്ച് അവിടെ ജയിച്ചിരുന്നെങ്കിലോ, അപ്പോഴെന്ത് പറയുമായിരുന്നു? ഇനി SIRൽ ആളുകളെ ഒഴിവാക്കിയിട്ടാണ് അധികാരം പിടിക്കുന്നതെന്ന കാരണം പറയാനാണെങ്കിൽ കേരളത്തിലും SIR നടന്നു. പക്ഷേ ജയിച്ചത് കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ പാകത്തിനാണോ SIR ഡിലീഷൻ നടന്നത്? അങ്ങനെ വേണമെങ്കിൽ LDFനും പറഞ്ഞൂടെ, BJP കോൺഗ്രസ് ഒത്തുകളിയിലൂടെയാണ് ഈ വിജയമെന്ന്. തോറ്റാൽ അത് മാന്യമായി അംഗീകരിച്ച് അത് മറികടക്കാനും അടുത്ത വട്ടം അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ നോക്കുന്നതിന് പകരം എല്ലാ കുറ്റവും ഇലക്ഷൻ കമ്മീഷനും ഗവൺമെന്റിനും. ബൂത്ത് ഏജന്റുമാരും പോളിംഗ് ഏജന്റുമാരുമായ സ്വന്തം പാർട്ടിക്കാരൊക്കെ പൊട്ടന്മാരും. ഇനി ഇതൊക്കെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ്? അയാൾ തന്റെ സ്ഥിരം രീതിയായ പാർട്ട് ടൈം പൊളിറ്റിക്കൽ ആക്ടിവിസം കഴിഞ്ഞപ്പോൾ ഒരു വെക്കേഷനായി ഒമാനിലുണ്ട്. ഇലക്ഷൻ റിസൾട്ട് അറിയാനോ അത് വിശകലനം ചെയ്യാനോ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർക്ക് ഒഴിവില്ല. സ്റ്റാലിനും മമതയും പിണറായിയും അരവിന്ദ് കെജ്രിവാളും വീണ സ്ഥിതിക്ക് ഇനി മോദിക്കെതിരെ ഉയർത്തിക്കാണിക്കാൻ ഇന്ത്യ മുന്നണിയിൽ ബാക്കിയുള്ള ഒരു നേതാവാണ് ഇത്ര ക്രൂഷ്യലായ ഇലക്ഷൻ സമയത്ത് മുങ്ങി നടക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പറ്റുന്ന പണി സാംപിത്രോഡ വഴി ഏർപ്പാടാക്കുന്ന സോറോസ് ഫണ്ടഡ് കോൺക്ലേവുകളിൽ പോയിരുന്ന് ഡയലോഗ് അടിക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായി മറ്റാരെങ്കിലും വാഴിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഭാവിക്ക് നല്ലത്.